പാവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിരാവിലെ തന്നെ പത്രമെടുത്ത് വേദ ഉറങ്ങിക്കിടക്കുന്ന വിക്രമിൻ്റെ റൂമിൽ ചെന്ന് ഉറക്കെ വായിക്കുന്നുണ്ട്. ഇത് കേട്ട് വിക്രം ഉണർന്ന് അവളോട് ചോദിക്കുന്നുണ്ട്, എന്താടി നീ സുപ്രഭാതം വായിക്കുന്നത് പോലെ ഇങ്ങനെ ഉച്ചത്തിൽ വായിക്കുന്നത്? നിനക്കെന്താ പതുക്കെ വായിക്കാൻ അറിഞ്ഞൂടെ? ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, അതെ വിക്രം, നീ അറിഞ്ഞോ, പേപ്പറിൽ ന്യൂസുണ്ട്, നിന്റെ ശ്രീനിവാസൻ സാറുണ്ടല്ലോ, അദ്ദേഹത്തെ ഇൻസ്പെക്ടർ സാറ് പൂട്ടാൻ പോവുക. എന്തായാലും നാളത്തെ പേപ്പറിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ വലിയൊരു ന്യൂസ് ഉണ്ടായിരിക്കും. നിന്റെ ശ്രീനിവാസൻ സാറിൻ്റെ കയ്യിലെ വിലങ്ങിട്ടു എന്ന്. അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് എന്നിങ്ങനെ പറയാട്ടോ. ഇത് കേട്ട് ചാടി എണീക്കുകയാണ് വിക്രം. എന്താടി നീ പറഞ്ഞത്? കുറേ കാലമായി ഞാൻ ക്ഷമിക്കുന്നു. നീ എപ്പോഴും എൻ്റെ ചേട്ടനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് കിടന്ന ഇടത്തു നിന്നും വിക്രം ഓടുകയാണ് വേദയെ പിടിക്കാനായിട്ട്. ഇത് വിക്രമിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് വേദ ചാടി കട്ടിൽ കയറുന്നുണ്ട്. അങ്ങനെ ചാടി മറിഞ്ഞ് അവൾ ഓടുകയാണ്. ഓടി ഓടി ശ്രീജയുടെ അടുത്തുന്നുണ്ട്. ശ്രീജയാണെങ്കിൽ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശ്രീജയുടെ പിറകിൽ ഒളിക്കുകയാണ് വേദ. വിക്രമാണെങ്കിൽ ഇവളെ പിടിക്കാനായി പിറകെ ഓടുന്നുണ്ട്. വേദയാണെങ്കിൽ ശ്രീചേച്ചിയെ നടുവിൽ നിർത്തിക്കൊണ്ട് ഒളിച്ച് കളിക്കുകയാണ്. വിക്രം പറയുന്നുണ്ട്, ചേച്ചി, ശ്രീചേച്ചി, അവളെ ഇങ്ങ് വിട്, ഞാൻ അവളെ ഇന്ന് ശരിയാക്കും, അവളുടെ ഒരു വിരലെങ്കിലും ഒടിച്ചിട്ട് ഞാൻ ഇന്ന് അടങ്ങും എന്ന് പറയുമ്പോൾ ശ്രീജ പറയുന്നുണ്ട്, എന്താ വിക്രം നീ ഇങ്ങനെ കുട്ടികളെ പോലെ എന്താ ഇതെന്ന് ചോദിക്കുന്നുണ്ട്. അതെ ചേച്ചി, ഇവളുണ്ടല്ലോ കുറേ നാളായി എൻ്റെ ചേട്ടനെ ഇങ്ങനെ, എൻ്റെ ശ്രീനിവാസൻ സാറിനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സഹിക്കുന്നതിലും പരിധി വിട്ടു കഴിഞ്ഞു. എനിക്കിന്ന് ഇവളെ കവളത്തൊന്ന് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്കിന്ന് ഇവളെ ചെയ്തേ പറ്റൂ. ചേച്ചി ഇങ്ങോട്ട് മാറ് എന്ന് പറയട്ടോ. അപ്പോഴേക്കും വിഷൻ അവിടുന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്താടാ വിക്രം ഇതൊക്കെ? നീ എന്താടാ അവളുടെ പിറകെ ഓടുന്നത്? എന്ത് പറ്റിയടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിഷേട്ടനോട് വിക്രം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വിഷേട്ടാ ഇന്ന് ഞാനിവളെ ശരിയാക്കും, എന്തെങ്കിലും ഒന്നിവിടെ സംഭവിക്കും എന്ന് പറയാണ്. അപ്പോഴേക്കും വേദ പെട്ടെന്ന് ശ്രീജയുടെ പിറകിൽ നിന്നും ഓടി പുറത്തേക്ക് ഓടാൻ വേണ്ടി ഓടുക കേട്ടോ. പെട്ടെന്നാണ് നമ്മുടെ മാഷിൻ്റെ ദേഹത്തെ കണ്ട് തട്ടുകയാണ് വേദ ചെന്നിട്ട്. പക്ഷെ മാഷ് വരുന്നത് വേദ കണ്ടിട്ടില്ല. ഇത് കണ്ട് വിഷം തലയിൽ കൈ വയ്ക്കുന്നുണ്ട്. എല്ലാവരും അങ്ങ് സ്തംഭിച്ച് നിന്ന് പോവുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ എന്തെല്ലാമോ സംഭവിക്കാമെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് മാഷ് പറയുന്നുണ്ട്, എന്താടാ 2 ദിവസമായില്ല ഒരുത്തൻ ജയിലിൽ നിന്നും ഇറങ്ങി വന്നിട്ട്, എന്നിട്ട് നീ ആഘോഷിക്കുകയാണോടാ വിക്രം? എന്താ ഇതിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്താ ഓടിപ്പിടിച്ച് കളിക്കുന്നോ? എന്താണ് നിൻ്റെ വിചാരം? നീ ചോറല്ലടാ ഉണ്ണുന്നത്? നിന്നെക്കൊണ്ട് ഈ വീടിന് ഒരു ഉപകാരവുമില്ല. ശല്യം ചെയ്യാതെങ്കിലും ഇരുന്നൂടെ നിനക്കെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് നന്ദിനിക്ക് ദേഷ്യം വരും കേട്ടോ. നന്ദിനി പറയുന്നുണ്ട്, എന്തിനാച്ചാ വിക്രമിനെ കുറ്റം പറയുന്നത്? ഇതാ ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാര്യം ഇവൾ ഒരുത്തിയ. ഇവളുടെ ചേട്ടനും ചേർന്നിട്ടാണ് ഈ കുടുംബം ഇങ്ങനെയാക്കിയത്. നമ്മുടെ ചേട്ടൻ വിഷേട്ടൻ എത്ര കഷ്ടപ്പെട്ടു. 2 ദിവസം ജയിലിൽ കിടന്നില്ലേ? പോലീസ് സ്റ്റേഷൻ എന്താണെന്ന് അറിയാത്തൊരു മനുഷ്യനെയാണ് ഇങ്ങനെ അപമാനിച്ചത്. ഇത്രയൊക്കെ ആയിട്ടും ഇവൾ പഠിച്ചോ? അവളിതാ വീടിന് ചുറ്റും നടന്ന് ഓടിക്കളിക്കുക. എന്താ അവളുടെ സന്തോഷം? നമ്മുടെ വിഷയത്തിനുണ്ടായ ഈ മാനക്കേട് ഇവളെങ്ങനെ നികത്താൻ പോകുന്നത്? എന്താടി നീ ഒന്നും മിണ്ടാതിരിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ മാഷ് പെട്ടെന്ന് നന്ദിനിയോട് ചൂടാവുക കേട്ടോ. നന്ദിനി മിണ്ടാതിരിക്കേ, ഇതിനെല്ലാം കാരണക്കാരൻ എൻ്റെ മകനാ. ഇതാ ഈ വിക്രം, ഇവൻ ഒരുത്തനാണ് ഇതിനെല്ലാം കാരണം. ഈ കുട്ടിയെ എന്നിവൻ താലി കെട്ടിയോ അന്ന് തുടങ്ങിയതാ ഇവിടെ എല്ലാ പ്രശ്നങ്ങളും. അവളുടെ ചേട്ടന് വിഷത്തോടല്ല ദേഷ്യം, ഇതാ ഇവനോടായി വിക്രമിനോട്. അത് വിഷത്തോട് തീർത്തൊന്നും മാത്രമേ ഉള്ളൂ. മാഷ് വിക്രമിനോടായി പറയുന്നുണ്ട്, അതെ ഈ വീടിന് നീ ഒരു ഉപകാരവും ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങളെ ഉപദ്രവിക്കരുത്. നിന്നോട് ഞാൻ അപേക്ഷിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു വാക്കും പറഞ്ഞുകൊണ്ട് മാഷങ്ങകത്തേക്ക് പോവാണ്. ഇതെല്ലാം കേട്ട് വേദയും വിക്രമും എല്ലാം ഒരുമാതിരി അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് വേദ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. വിക്രമും വേദയെ നോക്കുകയാണ്. നന്ദിനി വേഗം വേദയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പം നിനക്ക് സമാധാനമായോടി? എല്ലാ പടിയും വിക്രമിൻ്റെ തലയിൽ വെച്ച് കൊടുത്ത് അച്ഛൻ പോയല്ലോ, നിനക്കിപ്പോൾ സന്തോഷമായല്ലോ അല്ലേ എന്ന് ചോദിക്കുക കേട്ടോ. ഇതെല്ലാം കേട്ട് നമ്മുടെ കമലാമ്മ തലയ്ക്ക് കൈവച്ചിട്ട് പറയുന്നുണ്ട്, ഓ ഇനി എന്തെല്ലാം അനുഭവിക്കണം, എന്തെല്ലാം കാണണമെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് കമലാമ്മ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. വിക്രം വേഗം റൂമിലേക്ക് തിരിച്ച് നടക്കുന്നുണ്ട്. വേദ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീജ വരുന്നുണ്ട്. ശ്രീജ വന്ന് വേദയെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണ് വെട്ടാണ്ട് മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
വേദ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്ത് പറ്റി ചേച്ചി, എന്താ വേണ്ട, എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊന്നും കേൾക്കുന്നില്ല നമ്മുടെ ശ്രീജ ഇങ്ങനെ വേദയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഇത് കണ്ട് വേദ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ചേച്ചി, ചേച്ചി എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അല്ല വേദേ, ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഞാനേ വിഷയേട്ടൻ ജയിലിലായിരിക്കുന്ന സമയത്ത് ആ സങ്കടത്തിൽ നിന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞു, നിന്നെ എത്രമാത്രം കുറ്റപ്പെടുത്തി. എന്നിട്ടും നിനക്ക് എന്നോട് ഒട്ടും ദേഷ്യം തോന്നുന്നില്ലേ വേദേ? നീ ഇപ്പോഴും എന്നോട് പെരുമാറുന്നത് ആ പഴയ രീതിയിൽ തന്നെയാണല്ലോ. നിനക്ക് എന്നോട് ദേഷ്യമില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, എന്തിനാ ചേച്ചി ഞാൻ ദേഷ്യപ്പെടുന്നത്? എനിക്ക് ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാ. പിന്നെ ആ സമയത്ത് വിശ്വേട്ടന് ജയിലിലായിരുന്നപ്പോൾ ആ സങ്കടം കൊണ്ടല്ലേ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. അതിന് ഞാൻ ചേച്ചിയോട് ദേഷ്യപ്പെടാവോ? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. എനിക്ക് ചേച്ചിയോട് ഒരു ദേഷ്യമില്ല, എനിക്ക് കൂടുതൽ സ്നേഹമായിട്ടുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ട് നമ്മുടെ ശ്രീജയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. ശ്രീജ വേദയോട് ചോദിക്കുന്നുണ്ട്, വേദേ, വിക്രമിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. എത്ര ശ്രമിച്ചിട്ടും അവൻ മാറുന്നില്ല, അവൻ്റെ സ്വഭാവം മാറുന്നില്ല എന്ന് പറയാണ്. അത് കേട്ടിട്ട് ശ്രീജ പറയുന്നുണ്ട്, ഓഹോ, ഇതാണോ നീ പറയുന്നത്? അവൻ്റെ സ്വഭാവം മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞാലേ അത് മാറ്റിയെടുക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം നീ, അല്ലാണ്ട് ഇങ്ങനെ ഇരുന്നാൽ പറ്റുമോ? പിന്നെ ഇവിടെ വെച്ച് ഒന്നും നടക്കത്തില്ല വേദേ. ഇപ്പം തന്നെ രാവിലെ തന്നെ കണ്ടില്ലേ നീ, അച്ഛനും അമ്മയ്ക്കും ഒന്നും നിങ്ങളിങ്ങനെ ഓടുന്നതും ചാടുന്നതും കളിക്കുന്നതോ തമാശ പറയുന്നതോ ഒന്നും ഇഷ്ടമല്ല. അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കാനും നമ്മുടെ നന്ദിനിയും. അതുകൊണ്ട് നീ അവനെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടാണെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകണം. എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോകണം. അപ്പോൾ തനിയെ അവനക്ക് നിന്നോട് സ്നേഹം വരും വേദേ. പിന്നെ എപ്പോൾ പോകണം, എവിടെ പോകണം എന്നൊക്കെ നീ തന്നെ തീരുമാനിക്കണം. ഇതൊക്കെ ഇപ്പോഴാണ് വേദ നടക്കേണ്ടത്, അല്ലാതെ 60 വയസ്സ് കഴിഞ്ഞിട്ടല്ല എന്ന് പറയാട്ടോ. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ വേദ ഇങ്ങനെ അത്ഭുതത്തോടെ ശ്രീജയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല ശ്രീജേച്ചി, ഇത് ശ്രീജേച്ചി തന്നെയാണോ പറയുന്നത്? ഞാനും വിചാരിച്ചു ചേച്ചി ഒരു പൂവാണെന്ന്, പക്ഷേ പുലിയാണല്ലോ ചേച്ചി എന്ന് പറയാട്ടോ. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, പോടി, നീ എന്നെ കളിയാക്കല്ലേ. പിന്നെ എവിടെ പോകണം, എപ്പോൾ പോകണം എന്നൊക്കെ നീ ഇരുന്ന് ആലോചിക്ക്. പിന്നെ നിങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയാണ് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ എങ്ങനെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ നീ എന്നോട് ചോദിക്കരുത്, അതൊക്കെ നീ തന്നെ തീരുമാനിക്കണം. വേഗം ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് ശ്രീജ അവിടെ നിന്നും പോവാണ്. എന്നാൽ ഇതെല്ലാം ആലോചിച്ച് നമ്മുടെ വേദയ്ക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. വിക്രമിനെ കൊണ്ട് പുറത്ത് പോകാമെന്നൊക്കെ ആലോചിച്ചിട്ട് അവളിങ്ങനെ ചിരിച്ചിങ്ങനെ നിൽക്കുകയാണ്. വിഷും പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദിനി പറയുന്നുണ്ട്, വിഷേട്ടാ, പേപ്പറിൽ കണ്ടോ, ഈ വാഷിംഗ് മെഷീനിന് വളരെ വിലക്കുറവാ ചേട്ടാ, നമുക്കൊന്ന് വാങ്ങിച്ചാലോ? 20,999 രൂപയുള്ളൂ, മുൻപ് 21,000 രൂപയുണ്ടായിരുന്നു എന്ന് പറയാട്ടോ. ഇത് കേട്ട് വിഷം ചിരിച്ചിട്ട് പറയുന്നുണ്ട്, എടി നന്ദിനി, നിനക്ക് ഇത്രക്ക് ബുദ്ധിയില്ലേ? 1 രൂപയെ കുറഞ്ഞിട്ടുള്ളൂ. 21 എന്നുള്ളത് 29,999 രൂപയില്ലേടി, 1 രൂപയല്ലേ കുറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ ഒരു കുറച്ചിലാണോ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി സ്വയം തലക്കടിക്കാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ, ഞാൻ അത്രയ്ക്ക് അങ്ങ് ചിന്തിച്ചില്ല, 1000 രൂപ കുറഞ്ഞിട്ടുണ്ടെന്നാ ചേട്ടാ ഞാൻ വിചാരിച്ചത്. എന്നാൽ ഇതെല്ലാം കേട്ട് നമ്മുടെ വിക്രമും വേദയൊക്കെ നിൽക്കുന്നുണ്ട്. വിക്രം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, വേദ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദ കുളിച്ച് വലിയ കുറിയൊക്കെ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് ശ്രീജ ചോദിക്കുന്നുണ്ട്, എന്താ വേദ, ഇന്ന് അമ്പലത്തിൽ വല്ല വിശേഷമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, അമ്പലത്തിൽ വിശേഷമൊന്നുമില്ല, പക്ഷേ എനിക്കൊരു വിശേഷം ഉണ്ടെന്ന് പറയുമ്പോൾ, അതെന്ത് വിശേഷ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ശ്രീജ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ ഒരു വഴിപാട് നേർന്നിരുന്നു, അതും നമ്മുടെ വിശ്വേട്ടൻ ജയിലിൽ നിന്നും ഇറങ്ങി വന്നതിന് ശേഷം ചെയ്യാമെന്നാണ് ഞാൻ നേർന്നിരുന്നത് എന്ന് പറയുമ്പോൾ എല്ലാവരും അന്തം വിട്ട് വേദയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ശ്രീജ ചോദിക്കുന്നുണ്ട്, നമ്മുടെ വിശ്വേട്ടന് വേണ്ടിയോ, എന്ത് നേർച്ചേ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, അത് വിശ്വേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാലേ ഉടനെ തന്നെ ഞാൻ അമ്പലത്തിൽ പോയി പ്രദക്ഷിണം വെച്ചോളാം എന്ന് നേർന്നിരുന്നു ചേച്ചി എന്ന് പറയുമ്പോൾ, അയ്യോ, ഒരുപാട് നേരം വൈകിയല്ലോ വേദേ, ഇത്രയും സമയമായില്ലേ, ഒരുപാട് വെയിലൊക്കെ ഉണ്ടാവും, വെയിലുള്ള സമയത്ത് ചെയ്യുമ്പോൾ നിനക്ക് ഒരുപാട് ബുദ്ധിമുട്ടാവും, കുറച്ചുകൂടെ നേരത്തെ പോവായിരുന്നില്ലേ എന്ന് ശ്രീജ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതിന് ഇദ്ദേഹം എണീക്കണ്ടേ, ഈ വിക്രം എഴുന്നേൽക്കാത്തത് കൊണ്ടാ ചേച്ചി, എഴുന്നേൽക്കട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ ഇത്രയും നേരം കാത്തുന്നത്. ചേച്ചി പറഞ്ഞത് ശരിയാട്ടോ, നല്ല വെയിലുണ്ട് എന്ന് പറയാണ്. എന്നാൽ ഇത് കേട്ട്
വിക്രം പറയുന്നുണ്ട്, എന്നെയും കൊണ്ട് എന്നെ കാത്തു നിന്നിട്ടാണോടി നിനക്ക് നേരം വൈകിയത്? എന്തിനാ എന്നെ കാത്തു നിന്നത്? ഞാൻ പറഞ്ഞോ നിനക്കങ്ങ് പോയിക്കൂടെ എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ നേർന്നതേ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചെന്നിട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ വിക്രം ആകെ അന്തം വിട്ട് പേടിച്ച് നോക്കാട്ടോ, ഇനി താനും കൂടെ ഉരുളേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട്. അത് കണ്ട് വേദ പറയുന്നുണ്ട്, നീ പേടിക്കൊന്നും വേണ്ട, നീ ഉരുളൊന്നും വേണ്ട, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി, ഞാൻ ഉരുളുന്ന സമയത്ത് നീ പ്രാർത്ഥിക്ക്. അത് കേട്ട് നമ്മുടെ വിക്രം പറയുന്നുണ്ട്, എനിക്കൊന്നും വരാൻ പറ്റത്തില്ല, എനിക്ക് ഒരുപാട് പണിയുണ്ട്, അതൊന്നും ഉപേക്ഷിച്ചിട്ട് നിൻ്റെ കൂടെ വരാൻ എനിക്ക് ഒട്ടും സമയമില്ല എന്ന് പറയുന്നുണ്ട്. ശ്രീജ പറയുന്നുണ്ട് അപ്പോൾ, വിക്രം എടാ ദൈവത്തിൻ്റെ കാര്യം കേട്ടോ, നീ അതിന് മുടക്കൊന്നും വരുത്തരുത്, അതിന് കുറച്ച് സമയമല്ലേ വേണ്ടുള്ളൂ, നീ ഒന്ന് പെട്ടെന്ന് ചെല്ലടാ എന്ന് പറയുന്നുണ്ട്. നീ ഒന്ന് പോ ചേച്ചി, എനിക്ക് അതിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞ് വിക്രം ഒഴിഞ്ഞു മാറാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മുടെ കമലാമ്മ പറയുന്നുണ്ട്, വിക്രം നീ എന്താടാ ഈ പറയുന്നത്? ഒരു വഴിപാട് നേർന്നിരിക്കുകയല്ലേ അവള്, ഈ സമയത്ത് നീ ഒന്നും നോക്കണ്ട, അവളുടെ ഒപ്പം ചെന്ന് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നീ ഇങ്ങ് വന്നാൽ മതി, ഇതെല്ലാം നിൻ്റെ ചേട്ടന് വേണ്ടി അവൾ നേർന്നിട്ടുള്ളതാണ്, അത് മുടങ്ങാൻ പാടില്ല, നീ ചെല്ല്, കൈ കഴുകി വേഗം അവളോടൊപ്പം ചെല്ലാൻ നോക്ക് എന്ന് പറയുന്നുണ്ട് നമ്മുടെ കമലാമ്മ. കമലാമ്മ പറഞ്ഞാൽ പിന്നെ വിക്രമിന് അതനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല.